ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ LITV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വർഷയെ പേടിപ്പിക്കാൻ ചെന്നതാണ് ചന്ദ്രമതി. പക്ഷെ പേടിച്ചില്ല, ചന്ദ്രയെ തിരിച്ചു പേടിപ്പിച്ചു. അപ്പോൾ സച്ചിയാണെങ്കിൽ പൂച്ചക്കുട്ടി ഇരുന്ന് ഇത് വിറയ്ക്കുന്നത് പോലെ ചന്ദ്ര വിറയ്ക്കുന്നത് കണ്ടപ്പോൾ അതങ്ങ് കണ്ട് ആസ്വദിക്കാം. അപ്പോൾ സച്ചി വർഷയോട് ചോദിച്ചു, ശരിക്കും എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ പൊന്ന് സച്ചേട്ടാ, ഈ പറയുന്ന പോലെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. എനിക്ക് പനിയായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കാൻ പറഞ്ഞിട്ട് അത് കേൾക്കാതെ ശ്രീകാന്ത് ജോലിക്ക് പോയി. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ എൻ്റെ വീട്ടിലേക്കും പോയി. അവൻ വന്ന് വിളിച്ചപ്പോഴേ എൻ്റെ ദേഷ്യം മാറി. ഞാൻ അവൻ്റെ കൂടെ ഇങ്ങോട്ടേക്ക് പോന്നു. ഈ വിഷയം ഇവിടെ തീർന്നില്ലേ എന്ന് ചോദിച്ചു വർഷ. പിന്നല്ലാതെ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇരിക്കുക. അല്ല, നിങ്ങൾ തമ്മിൽ വിഷയം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ റൂമിൽ തീർത്താൽ പോരെ, എന്തിനാ പെട്ടിയെടുത്ത് നീ നിൻ്റെ വീട്ടിലേക്ക് പോയതെന്ന് വലിയ ചോദ്യം ശ്രുതിയുടെ വക. അല്ല, ഞാനും ശ്രുതിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളത് റൂമിൽ തന്നെ തീർക്കുമല്ലോ, അല്ലാതെ വേണമെങ്കിൽ ഞാൻ എൻ്റെ അമ്മ വീട്ടിലേക്ക് പോകുന്നുണ്ടോ എന്ന് ശ്രുതി ചോദിക്കുക. അപ്പോൾ പാർലറേട്ടത്തെ, നിൻ്റെ അമ്മ വീടെന്ന് പറയുമ്പം അങ്ങ് മലേഷ്യയിലല്ലേ, അവിടെ അമ്മയില്ലല്ലോ, അച്ഛനാണെങ്കിലോ അങ്ങ് ജയിലിലും അല്ലേ, അപ്പോൾ പിന്നെ പിണങ്ങിപ്പോയ ജയിലിൽ പോവേണ്ടി വരത്തില്ലേ എന്ന് ചോദിക്കുക സച്ചി. അപ്പോൾ അങ്കിള് എൻ്റെ അച്ഛനെ കുറിച്ച് പറയരുതെന്ന് അവനോട് പറയാനായിട്ട് ശ്രുതി പറയുമ്പം സച്ചി എന്ന് പറഞ്ഞ അച്ഛനൊരു വിളി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ സച്ചി. അന്നേരം പക്ഷേ നീ ഇവിടെ വന്നിരുന്നേന്ന് പറഞ്ഞു അച്ഛൻ. ആ സമയത്ത് നിങ്ങൾ തമ്മിൽ വഴക്ക് കൂടുന്നതൊന്നും അച്ഛൻ്റെ പ്രശ്നമല്ല, പക്ഷെ ദേഷ്യപ്പെട്ട് വീട്ടിലേക്ക് പോയാൽ മോളുടെ അച്ഛനും അമ്മയും ഒക്കെ ഞങ്ങളെക്കുറിച്ച് എന്താണ് കരുതുക എന്ന് ചോദിച്ചു. ഈ വീട്ടിൽ നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, നിന്നെ നന്നായിട്ട് നോക്കിക്കൊള്ളാം എന്നൊക്കെ നിൻ്റെ അച്ഛനും അമ്മയ്ക്കും വാക്ക് കൊടുത്തിട്ടുള്ളതല്ലേന്ന് ചോദിച്ചു. അയ്യോ അങ്കിൾ, ഞാൻ അവരോട് കംപ്ലൈൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ തമ്മിൽ വഴക്ക് കൂടിയെന്ന് പോലും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ആണോ, ചുമ്മാ വന്നതാന്നാ ഞാൻ പറഞ്ഞതെന്ന് വർഷ. അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞു ചന്ദ്ര അവിടെ ഇരിക്കുക. അത് കേട്ടപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയും പിന്നെ അങ്കിളെ, ഇത് എൻ്റെ ഫാമിലി അല്ലേ, നിങ്ങളെ കുറ്റപ്പെടുത്താൻ ഞാൻ ആർക്കും ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കില്ല എന്ന് വർഷ പറയുക. ഇപ്പോഴാണോ നിൻ്റെ കുടുംബമായത്, ഇറങ്ങിപ്പോകുമ്പോൾ ഇതൊന്നും നിൻ്റെ കുടുംബം അല്ലായിരുന്നോ എന്ന് ചോദിച്ചു ചന്ദ്ര. എന്തായാലും പെട്ടെന്ന് അവൾ വന്നില്ലേ ചന്ദ്ര, പിന്നെന്താണെന്ന് ചോദിച്ചു അച്ഛനെ. അത് പിന്നെ ശ്രീകാന്ത് വീട്ടിൽ വന്ന് കരഞ്ഞത് കൊണ്ടാണെന്ന് വർഷ പറയുമ്പോൾ അയ്യേ എന്നും പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എന്തൊരു കഷ്ടമാണ് ഇത്. അപ്പോൾ അയ്യോ, ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല, അത് പിന്നെ സോറി പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അവനെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടിയേ വേറൊരു കാര്യം കൂടി ചെയ്തിരുന്നു എന്ന് പറഞ്ഞു വർഷ. എന്താ അതെന്ന് ചോദിച്ചു. ശ്രീകാന്ത് ഇങ്ങനെ ചമ്മി നിൽക്കുക. ഇത് നോക്കി, ഈ മോതിരം കണ്ടോ, ഇവനെനിക്ക് വാങ്ങിച്ചു തന്നാന്നൊക്കെ പറഞ്ഞു കാട്ടിക്കൊടുക്കുക. ചേടാ എന്നും പറഞ്ഞ അച്ഛൻ. അപ്പോൾ എല്ലാവരും ഈ മോതിരം കണ്ടു, എല്ലാവർക്കും ഭയങ്കര സന്തോഷം. മോതിരമോ? മോതിരം മാത്രമല്ല, ഡയമണ്ട് മോതിരം ഇതെന്ന് പറയുമ്പോൾ ചന്ദ്രാന്ന് പറഞ്ഞ് വായും പൊളിച്ച് ഇങ്ങനെ നോക്കുക കേട്ടോ. ശ്രുതിയും ഞെട്ടി നിൽക്കുക. ഡയമണ്ടാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയും. ഇതേ ശ്രീകാന്ത് എനിക്ക് സമ്മാനിച്ചതാണെന്ന് വർഷ പറയുമ്പോൾ ഡയമണ്ട് മോതിരമോ എന്ന് ചന്ദ്ര. എന്താടാ നീ കാണിച്ചേ, നിനക്ക് നിനക്ക് അലുവയും മുല്ലപ്പോ കൊടുത്താൽ പോരായിരുന്നോ, ഇതിപ്പോൾ ഡയമണ്ട് മോതിരം നീ മേടിച്ചു കൊടുത്തേ, ഇനിയിപ്പോൾ ഞാനും കൊടുക്കണ്ടേടാ എന്ന് സച്ചി അന്നേരത്തേക്കും ചോദിച്ചു. അന്നേരം പേടിക്കണ്ട, എനിക്ക് അലുവയും മുല്ലപ്പവും തന്നെ മതി എന്ന് രേവതി പറയാം. അപ്പോൾ സമാധാനം എന്ന് പറഞ്ഞ സച്ചി ഇങ്ങനെ ഇരിക്കുന്നു. ശ്രുതി ഇങ്ങനെ നോക്കും കേട്ടോ. അപ്പം അപ്പോൾ അത് പിന്നെ ഡയമണ്ട് മോതിരം തരേണ്ട അളവിലൊന്നും നമ്മൾ വഴക്കടിക്കാറില്ലല്ലോ. ഇല്ലെങ്കിൽ ശ്രുതിയും കുറച്ച് വാങ്ങിച്ചിരുന്നു, മിണ്ടാതിരിക്കും എന്ന് നമ്മുടെ ശ്രുതി പറയാം. ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ അവിടെ നിൽക്കുക. പിന്നെ മോതിരം എങ്ങനെയുണ്ട് അങ്കളേന്ന് ചോദിച്ചു. രേവതി ചേച്ചി എങ്ങനെയുണ്ട്, അടിപൊളിയാ മോളെ എന്ന് പറഞ്ഞു. അടിപൊളി, സൂപ്പറാന്ന് രേവതിയും പറഞ്ഞു. ഇതുപോലെ സന്തോഷത്തോടെ നിങ്ങളെല്ലാവരും കഴിയുന്നൊന്ന് കണ്ടാൽ മതി എനിക്കെന്ന് അച്ഛൻ അന്നേരം പറയുക. പിന്നെ അങ്കിൾ, എനിക്ക് പനി മാറിയിട്ടില്ല, ഞാൻ ചെന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വർഷ അവിടെ നിന്ന് അങ്ങ് പോയി. ശ്രീകാന്ത് എഴുന്നേറ്റ് അങ്ങ് പോയി. ഈ സമയത്ത് നമ്മുടെ രേവതി ഇങ്ങനെ എന്തോ മനസ്സിലാലോചിച്ച് നിൽക്കുക. ഇനി സ്വൈര്യം കൊടുക്കുകയല്ല എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെയും വിളിച്ചുകൊണ്ട് ചന്ദ്ര അങ്ങോട്ടേക്ക് പോവുക. അപ്പം നിനക്ക് എന്താടാ പറ്റിയത്, നിനക്ക് വട്ടുപിടിച്ചോ, അല്ലോ നിൻ്റെ ബുദ്ധി കെട്ടുപോയോ എന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ മോനോട് ചോദിക്കുക. ഞാൻ നിന്നോട് എന്താടാ പറഞ്ഞത്, നീ അവളുടെ വീട്ടിൽ പോകരുത്, അവളെ കൂട്ടിക്കൊണ്ട് വരരുത്, അവളായിട്ട് വരുന്നെങ്കിൽ വരട്ടെ എന്നല്ലടാ ഞാൻ പറഞ്ഞത്, എന്നിട്ട് നീ എന്താടാ കാണിച്ചേ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുക. എൻ്റെ വാക്ക് വില വയ്ക്കാതെ അവളുടെ വീട്ടിൽ ചെന്ന് പുന്നാര വർത്തമാനവും പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുവന്നു. അവളുടെ ദേഷ്യം തണുപ്പിക്കാനായി മോതിരവും വാങ്ങിച്ചു കൊടുത്തു. എന്താടാ നീ ചെയ്തത്, ഇതൊക്കെ കൊണ്ടാ അവൾ നിന്നെ വില വയ്ക്കാത്തത്, ഇനിയായിട്ട് വില വയ്ക്കാനും പോകുന്നില്ല എന്നും പറഞ്ഞു. ഭർത്താവാണത്ര, ഭർത്താവ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം കേട്ടോ. ഇനി മോതിരം കിട്ടാൻ വേണ്ടിയേ അവൾ ഇടയ്ക്കിടയ്ക്ക് നിന്നോട് പിണങ്ങി അവളുടെ വീട്ടിൽ പോകും, നീ നോക്കിക്കോളാനൊക്കെ ചന്ദ്ര പറയാം. അത്രയ്ക്ക് സൂത്രശാലി അവളെന്നും പറഞ്ഞു. അന്നേരം അമ്മേ, അവളുടെ ദേഷ്യം തണുപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ അവൾക്ക് മോതിരം വാങ്ങിച്ചു കൊടുത്തേ. റെസ്റ്റോറൻറ്റ് ഓണർ കുറച്ച് ക്യാഷ് തന്നു, കയ്യിൽ ക്യാഷ് വന്നപ്പോൾ ഒരു ഗിഫ്റ്റ് മേടിച്ച് കൊടുത്തന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. എടാ, കാശ് കിട്ടിയെങ്കിൽ അത് നിൻ്റെ കയ്യിൽ വെക്കണം, അല്ലെങ്കിൽ അത് എനിക്ക് തരണം. എന്തിനാ നീ അവൾക്ക് മോതിരമൊക്കെ വാങ്ങിച്ചു കൊടുത്തേ, ആവശ്യത്തിനുള്ളത് അവളുടെ അച്ഛനും അമ്മയും അവൾക്ക് കൊടുക്കുന്നില്ലേ? ഇങ്ങനെ പോയാലേ
നിൻ്റെ തലയിൽ കയറി അവൾ ഡാൻസ് കളിക്കും, നീ നോക്കിക്കോ. അവളുടെ വീട്ടിൽ പോകരുത്, കാണരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാടാ നീ പോയതെന്നൊക്കെ ചോദിക്കുക. നീ ഞാൻ പറഞ്ഞ കേക്കിലല്ലേടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പോകുന്നില്ല എന്ന് കരുതിയതാണെന്നും, പിന്നെ അമ്മ വിളിച്ചതിന് ശേഷം രേവതി എടുത്ത് എന്നെ വിളിച്ചു എന്നും പറയാം. അവളെന്തിനാ നിന്നെ വിളിച്ചത്? അത് പിന്നെ പിണങ്ങിയിരിക്കുന്നത് നല്ലതല്ല, പോയി വർഷയെ കൂട്ടിക്കൊണ്ട് വന്ന ഏട്ടത്തി എന്നോട് പറഞ്ഞു. അപ്പോൾ രേവതി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ദേഷ്യം ചന്ദ്രയ്ക്ക്. അപ്പോൾ നീയും അവളൊക്കെ തമ്മിൽ പിണങ്ങിയിരിക്കല്ലായിരുന്നു, പിന്നെ എന്തിനാ അവൾ വിളിച്ച് പറഞ്ഞതല്ല നീ കേട്ടതെന്ന് ചോദിക്കാം. അത് പിന്നെ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകരുതെന്ന് കരുതി ഏട്ടത്തി പറഞ്ഞതല്ലേ, അതുകൊണ്ടാണ് ഞാൻ പോടാ എൻ്റെ കൺമുന്നിൽ നിന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞിട്ട് ഭയങ്കര കലിപ്പുഴച്ച എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുക. പിന്നെ നമ്മുടെ രേവതി പൂ കെട്ടിയത് കൊടുക്കാനായിട്ട് പോകാൻ ഇറങ്ങുമ്പോഴത്തേക്കും നിക്കടി എവിടെയെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ചെല്ലുക. നീ ശ്രീകാന്തിനെ വിളിച്ചായിരുന്നോ? നീ വലിയ ആളാണെന്നുള്ള ധാരണയാണോടി? നീ നിൻ്റെ ഭർത്താവിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, അല്ലാതെ ഈ വീട്ടിൽ ഒരു കാര്യത്തിൽ ഇടപെടേണ്ടെന്ന് ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുക. അപ്പോൾ ഞാൻ അതിനൊന്നും ചെയ്തില്ലല്ലോ അമ്മേ. നീ ഒന്നും ചെയ്തില്ലല്ലേ? എന്തിനാണ് ശ്രീകാന്തിനെ വിളിച്ച വർഷയെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞതെന്ന് ചോദിച്ചു. ആ വിഷയം വലുതാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നീ അത് പറയേണ്ട ആവശ്യം എന്താണെന്ന് നേരം ചോദിച്ചു ചന്ദ്ര. ആ വിഷയത്തിൽ നീ എന്തിനാ ഇടപെടുന്നെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അമ്മ അത് എൻ്റെ മോനെ ആ വീട്ടിൽ പറഞ്ഞയച്ച കാല് പിടിപ്പിച്ചിരിക്കുന്നു അവൾ. എൻ്റെ കുടുംബത്തിന് മാനം പോയെന്ന് പറയുമ്പോൾ അമ്മേ ഭാര്യയോട് സോറി പറഞ്ഞാൽ മാനം പോകുമെന്ന് ചോദിച്ചു. വർഷം അന്യൊന്നും അല്ലല്ലോ, ഈ വീട്ടിലെ കുട്ടി തന്നെ അല്ലേ എന്ന് രേവതി ചോദിച്ചപ്പോൾ അവർ തമ്മിലുള്ള പ്രശ്നമേ ഞാൻ പരിഹരിക്കുമായിരുന്നു, നീ എന്തിനാ അതിനകത്ത് ഇടപെട്ടതെന്ന് ചോദിക്കുക. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാനല്ല, കൂടുതൽ വഷളാക്കാനാണ് അമ്മ നോക്കുക എന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടതെന്നും രേവതി പറയുവാണ്. കുറേ കാലമായി നീ തുടങ്ങിയിട്ട് എന്നെ സൈഡാക്കി നീ പല കാര്യങ്ങളിലും ഇടപെടുന്നുണ്ടെന്നും ചന്ദ്ര പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മയെ നല്ലതിന് വേണ്ടിയല്ലേ ഞാനത് ചെയ്തത്. ഇപ്പം തന്നെ അമ്മ നോക്കിക്കേ, വർഷയുടെയും ശ്രീകാന്തിൻ്റെയും പിണക്കമൊക്കെ മാറിയില്ലേ, പിന്നെന്താ അവരുടെ മുഖത്തെ സന്തോഷം അമ്മ കണ്ടതല്ലേ എന്നും ചോദിച്ചു. ഇനി മേല എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ചന്ദ്രയെന്നും വിളിച്ച് രവിയേട്ടനും സച്ചിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. രേവതിയെ പേടിപ്പിക്കുന്നത് കേട്ടു. നീ എന്താ മോളോട് പറയുന്നതെന്ന് ചോദിച്ചു. ആളിക്കത്തന തീയാ രേവതി മോള് കെടുത്തിയത്, ഇപ്പം അതും കുറ്റമായി നിനക്കല്ലേ? എന്ത് കഷ്ടാ ചന്ദ്ര ഇതെന്ന് രവിയേട്ടൻ ചന്ദ്രമതിയോട് ചോദിച്ചു. അന്നേരം അച്ഛാ അമ്മയുടെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, രേവതി കാരണം അതൊന്നും നടന്നില്ല, അതിൻ്റെ ഒരു വൈറ്റരിച്ചില്ല അമ്മയ്ക്ക്, പാവം തോറ്റുപോയില്ലേ, അതുകൊണ്ടാണെന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ പറയുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. രേവതി നീ ഇതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല, ഈ ചെവിയിലൂടെ കേട്ട് ഈ ചെവിയിലൂടെ അങ്ങ് കളഞ്ഞാൽ മതി, ആരെന്ത് പറഞ്ഞാലും നീയാണ് ഈ വീടിൻ്റെ ഐശ്വര്യം. അപ്പോൾ അത് മതി മോളേന്ന് ഇങ്ങനെ പറയാം നമ്മുടെ രവിയേട്ടനും സച്ചിയും. നീ ഇങ്ങ് വന്നേ വാ എന്നും പറഞ്ഞ് സച്ചി രേവതിയും കൂട്ടിക്കൊണ്ടുപോയി. എടി നീ എന്തിനാ ചന്ദ്ര ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? കുട്ടികൾ സന്തോഷമായിട്ട് ജീവിക്കട്ടെ, അവർക്കിടയിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളെ വലുതാക്കിയിട്ട് അവരെ പിരിക്കാൻ നീ നോക്കരുത്. അമ്മയാണ് അതൊരു അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക രവിയേട്ടൻ. പ്രായം ഇത്രയൊക്കെ ആയില്ലേ, ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ എന്ന് ചോദിച്ചുകൊണ്ട് രവിയേട്ടൻ അകത്തേക്ക് കയറിപ്പോയി. ചന്ദ്ര ആകെ നാണം കെട്ട് നിൽക്കുക. ഈ സമയത്ത് ശ്രുതി മുറിയിലിരുന്ന് ഒരു ഗ്ലാസ്സിൽ ഒരു കുപ്പിയിൽ മയക്കുപൊടിയൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കടാ. സച്ചി ഇന്ന് നിൻ്റെ ഫോൺ ഞാൻ പോക്കും, ഇന്ന് രാത്രി നിൻ്റെ ഫോൺ ഞാൻ എടുക്കും, എൻ്റെ വാശിയ. എന്തായാലും ഇത് കഴിച്ചിട്ട് നീ ഉറങ്ങി എഴുന്നേക്കാൻ നാട്ടു ഒച്ചയാകും. നീ നോക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അതും പിടിച്ചോണ്ടെങ്കിൽ നിൽക്കുക. ഈ പൊടി എങ്ങനെയെങ്കിലും ഇന്ന് അടുക്കളയിൽ കൊണ്ടുപോയി കഴിക്കാൻ വെച്ചിരിക്കുന്നതിൽ കലർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ ചെല്ലുക. അപ്പോൾ രേവതി അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്താണ് മുതലങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അപ്പോൾ രേവതി അവിടെ നിൽക്കുന്നു, ഒരു വലിച്ച ചിരിയൊക്കെ ചിരിച്ച് ചെന്നു. എന്താ ശ്രുതി എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചു രേവതി. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ വന്നാന്ന് പറഞ്ഞു. ദേവി ഇരിക്കുന്ന വെള്ളം എടുത്ത് കുടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ശ്രുതി അതെടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ രേവതി അവിടെ നിന്ന് പോകുന്നില്ല. രേവതി കറിയുടെ ഉപ്പ് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും ശ്രുതിക്ക് ഇവിടെ പറഞ്ഞു വേണം ഇങ്ങനെ നോക്കുക. രേവതി എന്ത് ചെയ്യുക, ഞാനേ സച്ചേട്ടന് വേണ്ടി ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അന്നേരം പാലും തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാലാർക്കാന്ന് ചോദിച്ചപ്പോൾ സച്ചേട്ടന് വേണ്ടിയാന്ന് പറഞ്ഞു. എന്താ നിനക്ക് വേണോ? എനിക്ക് വേണ്ട. അപ്പോൾ രേവതി ആ പാലിങ്ങനെ ഊതി തിളപ്പിക്കുന്നു, ഓരോന്ന് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നു. ശ്രുതി ഇങ്ങനെ നിന്ന് ആലോചിക്കുക, ഇത് ഇവളെ ഇപ്പോൾ മാറ്റിയാലേ അതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ രേവതി ടെറസിൽ തുണി ഉണങ്ങാനിട്ടത് എടുത്തില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വൈകുന്നേരം എടുത്തായിരുന്നല്ലോ. അപ്പോൾ കുറച്ചവിടെ കണ്ടതുപോലെ തോന്നിയിരുന്നു. ഇല്ലെന്നേ ഞാൻ എടുത്തു തന്നേ എന്ന് രേവതി അന്നേരം പറഞ്ഞു. എല്ലാം എടുത്ത് കാണില്ല, വിട്ടുപോയി കാണുമെന്നും അവിടെയുള്ളതേ ആൻറ്റിയുടെ സാരിയും ബ്ലൗസും ഒക്കെയാണെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു. അയ്യോ എൻ്റെ അമ്മേ, ഈശ്വര ഞാൻ എടുക്കാൻ വിട്ടുപോയോ? എൻ്റെ പൊന്നെ, അമ്മ അറിഞ്ഞ എന്നെ വഴക്കും അറിയല്ലോ.
ആ ഞാനേ പെട്ടെന്ന് പോയി എടുത്തിട്ട് വരാട്ടോ, പാല് തിളച്ചൊന്ന് വാങ്ങി വെച്ചേക്കണേന്ന് പറഞ്ഞു. ആ ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി നിൽക്കുന്നു. രേവതി അങ്ങ് പോയി. ഈ സമയത്ത് അവളാണെ ആ പൊടിയെടുത്ത് ആ പാലിനകത്ത് അങ്ങനെ മൊത്തത്തിൽ അങ്ങ് കമിഴ്ത്തി, എന്നിട്ട് അത് തിളപ്പിച്ച് അങ്ങ് വെക്കുകയും ചെയ്തു. എന്നിട്ട് ഒരു ചിരിയും ചിരിച്ച് ഇവളങ്ങ് പോവുക. ഈ സമയത്ത് ദേ നമ്മുടെ ചേട്ടൻ ശ്രുതി മുല്ലപ്പൂ ഒക്കെ കയ്യിൽ കെട്ടി ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക. എന്തായാലും അച്ചമ്മയുടെ സ്വത്ത് മൊത്തം ഞങ്ങൾക്ക് തന്നെ കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ശ്രുതി ഇങ്ങനെ അവളെ നിൽക്കുക, കയ്യിൽ മുല്ലപ്പൂ ഒക്കെ മണപ്പിച്ച്. അങ്ങനെ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ശ്രുതി വരുന്നില്ല. ഇവളെന്താ വരാത്തെ, ഈ ശ്രുതിക്കൊന്നും വന്നാലെന്താ, ഇവളവിടെ എന്തെടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കാം. മനുഷ്യൻ്റെ ക്ഷമയ്ക്കൊക്കെ ഒരു പരിധിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. പോയി അവളെ എടുത്തുകൊണ്ട് വന്ന് നേരെ ഈ ബെഡിലേക്ക് ഇടിഞ്ഞ് എന്നിട്ടെന്നും പറഞ്ഞു ഇങ്ങനെ താഴേക്ക് ഇറങ്ങി പോവുക. ഈ സമയത്ത് ആലോചിച്ച് ആശാന്തയെ നേരെ നമ്മുടെ അടുക്കളയിൽ ചെന്നു. ശ്രുതി എന്ന് വിളിച്ചങ്ങ് ചെല്ലും. ഇവളിത് എവിടെ പോയി കിടക്കുക. അപ്പോഴാണ് അടുക്കളയിൽ പാല് കാച്ചി വെച്ചിരിക്കുന്നത് കണ്ടത്. പാല് എന്തായാലും ഒരു ഗ്ലാസ് പാലിൻ്റെ കുറവുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മുല്ലപ്പൂ മണക്കുന്നുണ്ട്. ഇന്ന് രാത്രി മുല്ലപ്പൂ സുഗന്ധം മാത്രം പോരാ, പാലിൻ്റെ മധുരവും വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഗ്ലാസ്സിൽ, അതായത് ആ കലക്കി വെച്ചിരുന്ന പൊടി ഉള്ള പാല്, അതായത് നമ്മുടെ രേവതി കാച്ചി വെച്ചിരുന്ന പാല്, അതും എടുത്ത് ഒഴിച്ചുകൊണ്ട് പോകുമ്പോഴേ രേവതി ഇറങ്ങി ഇങ്ങനെ വരുന്നു. അപ്പോൾ ശ്രുതി അടുക്കളയിൽ നിൽക്കുന്നത് കാണാം. ഇയാളെന്താ അടുക്കളയിലെന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ നോക്കുക. ഇനി ശ്രുതിയെ നോക്കി മറ്റോ വന്നതായിരിക്കുമോ? ടെറസിലാണെങ്കിൽ സാരിയും ബ്ലൗസും ഒന്നും ഇല്ല താനും. ശ്രുതി എന്തിനാ പിന്നെ എന്നോട് അങ്ങനെ പറഞ്ഞേ എന്നൊക്കെ രേവതി ഇങ്ങനെ ചിന്തിക്കാം. ചിലപ്പോൾ ഇനി എന്നെ പറ്റിച്ചതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അവൾ പറഞ്ഞ ഉടനെ ടെറസിലേക്ക് ഓടിപ്പോയി. എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് രേവതി അവിടെ നിന്ന് അടുക്കളയിലേക്ക് പോവുകയും ചെയ്തു. രേവതി എന്നിട്ട് പാത്രത്തിൽ ചെന്ന് നോക്കുമ്പോൾ അതിൽ പാലില്ല. ആ പാല് നോക്കിയപ്പോൾ പാലിതെവിടെ പോയി എന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ നിൽക്കുക. പാല് കാണുന്നില്ല, ഇത് എവിടെ പോയി? അപ്പോൾ അവൾ പാല് വേണ്ടെന്നല്ലേ പറഞ്ഞത്, അവൾ എന്നെ എടുത്ത് കുടിച്ചോ? ഇനി അവളുടെ ഭർത്താവ് അങ്ങനെ എടുത്തുകൊണ്ട് പോയി കാണുമോ എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് പിന്നെ ആ പാത്രം കഴുകി വെച്ച് രേവതി വേറെ പാലെടുത്ത് തിളപ്പിക്കുന്നു. അപ്പോൾ സച്ചി അവിടെ മൊബൈൽ നോക്കിയിരിക്കുന്നത്, ശ്രുതി മുകളിൽ നിന്ന് സ്റ്റെയറിൽ നിന്നിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇവനെന്താ ഉറങ്ങാത്ത, രേവതി എന്താ ഇവന് പാല് കൊണ്ടൊന്ന് കൊടുക്കാത്തതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ശ്രുതി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ തന്നെ രേവതി പാലും കൊണ്ട് വരുന്നു. അപ്പോഴത്തേക്കും ഓടി കയറി ഒളിച്ച് നിൽക്കുക ശ്രുതി. അപ്പോൾ സച്ചേട്ടൻ എന്തെങ്കിലും നോക്കണേന്ന് ചോദിച്ചു. ഞാൻ വെറുതെ ഫോണിൽ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ നോക്കുമായിരുന്നു എന്ന് പറഞ്ഞു. കോമഡി കുറച്ച് കൂടുന്നുണ്ട്, പാല് കുടിച്ചോളാൻ പറഞ്ഞു. ഇതെന്തിനാ എനിക്കെന്ന് ചോദിച്ചു. എനിക്കൊന്നും വേണ്ടാന്ന് സച്ചി പറയുമ്പം രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്യുന്നല്ലേ, ക്ഷീണം മാറും, ഉന്മേഷത്തിനും നല്ല കുടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ശ്രുതി ഇതൊന്നും അറിയാതെ മേളിൽ നിന്ന് കാണുക, കെട്ടിയാൻ ഇത് എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ ഇത് കുടിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയുക, അച്ഛനോട് ഞാൻ പറയും എന്ന് പറഞ്ഞ് രേവതി ഇരിക്കുമ്പോൾ വേണ്ട ഞാൻ കുടിച്ചോളാവേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ. അപ്പോൾ സച്ചി ആ ഒരു ഇതിലിങ്ങനെ പറഞ്ഞു. രേവതി അന്നേരം ഇന്ന് ചിരിക്കുവാണ്. സാധാരണ ഈ സമയത്തൊക്കെ ഞാൻ കഴിക്കാറുള്ളത് മദ്യവാ, പാലൊക്കെ ഞാൻ ആദ്യമായിട്ട് കുടിക്കുന്നതെന്ന് പറയുന്നത് കേട്ടപ്പം കുടിക്കുക, ഞാൻ അപ്പം തന്നെ അച്ഛമ്മയെ വിളിച്ചു വരുത്തുമെന്ന് രേവതി പറഞ്ഞു. അയ്യോ എൻ്റെ പൊന്നോ വേണ്ടായോ, ഞാൻ കുടിക്കുന്നില്ലേ എന്നും പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ സച്ചേട്ടൻ കുടിക്കാതെ മാറ്റി വയ്ക്കാതെ എടുത്ത് കുടിച്ച സച്ചേട്ടാ. അപ്പം നിനക്കെന്തേ വയ്യേന്ന് ചോദിച്ചു രേവതിയോട്. അന്നേരം രേവതിയുടെ തളർച്ചയൊക്കെ കണ്ടപ്പോൾ സച്ചി, വേണമെങ്കിൽ പോയ വർഷം തിരിച്ചു വന്നല്ലോ, സന്തോഷത്തോടെ ഇരിക്കാം, നീ ഇത് കുടിച്ചോ. അപ്പോൾ തിരികെ ഞാൻ വരുത്തിച്ചതാണെന്ന് പറഞ്ഞു. ഡയമണ്ടൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ ഏത് പെണ്ണാണ് വരാത്തത് എന്ന് സച്ചി ചോദിച്ചു. അതെ, എല്ലാ പെണ്ണുങ്ങളും സ്വർണ്ണത്തിലും ഡയമണ്ടിലും ഒക്കെ വീഴുമെന്നാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് രേവതി ചോദിക്കാം കേട്ടോ. അപ്പം അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞു. ശ്രീകാന്ത് ഡയമണ്ട് മോതിരം കൊടുത്തത് കൊണ്ടല്ലേ വർഷം തിരിച്ചു വന്നത്. അപ്പോൾ അതുകൊണ്ടൊന്നും അല്ല സച്ചേട്ടാ, സ്വർണവും ഡയമണ്ടും ഡ്രസ്സും ഒക്കെ കണ്ട് മയങ്ങുന്ന പെണ്ണുങ്ങളെന്നാണ് ആണുങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. അതിനോടൊന്നും ഒരാർത്തിയും ഞങ്ങൾക്കില്ല. അപ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, പാല് കുടിക്കുന്നില്ല. അതൊക്കെ കണ്ടും കേട്ടും നാശമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ മേളിൽ ഇങ്ങനെ നിൽക്കുകയും ചെയ്യാം. സ്വർണ്ണക്കട കൊണ്ട് നാട് നിറഞ്ഞിരിക്കാം, നിങ്ങളെ കണ്ടിട്ടല്ലേ അതൊക്കെ തുടങ്ങിയതെന്ന് ചോദിച്ചു സച്ചി. കല്യാണത്തിന് നിങ്ങൾ എത്ര ആഭരണങ്ങളായിരുന്നു ഞങ്ങൾ ആണുങ്ങളോ? ഒരു മാലയും ഒരു മോതിരം ഇട്ടാലേ കല്യാണം കഴിക്കുമ്പോൾ ഇത്ര പവൻ സ്വർണം വേണം, ഇന്ന ഡ്രസ്സ് വേണമെന്നൊന്നും ഒരു പെണ്ണും പറയാറില്ലല്ലോ. എല്ലാവരും ചേർന്ന് അവളെ നിർബന്ധിച്ച് അണിയിക്കുന്നതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഓരോരോ നാട്ടു നടപ്പ്. പക്ഷേ എല്ലാ കുറ്റവും പെണ്ണുങ്ങൾക്കാ, നിങ്ങൾ ആണുങ്ങൾ പിന്നെ മാന്യന്മാരാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇത് പറയുന്നു. സ്വർണ്ണക്കടകളിലും തുണിക്കടകളിലൊക്കെ ഞങ്ങൾ കയറുന്നുണ്ടാവാം എന്ന് കരുതി ഞങ്ങൾക്കതിനോട് ആർത്തിയൊന്നും ഇല്ലയെന്നും രേവതി പറയുകയും ചെയ്തു. അപ്പോൾ അത് കേട്ടപ്പോൾ പിന്നെ എന്ന് പറഞ്ഞിരിക്കുക സച്ചി, നിങ്ങൾ ദിവസവും ആർത്തിയോടെ കയറുന്ന ഷോപ്പുകളുടെ പേര് ഞാൻ പറയണമെന്ന് ചോദിച്ചു. പറഞ്ഞു ഒടുക്കം നീ അവിടെ വരെ എത്തിയല്ലേ, വേണ്ട ഒന്നും പറയണ്ട, ഇനി കിടക്കുന്നത് നല്ലത്, പാൽ കുടിച്ചേക്കാമെന്ന് പറഞ്ഞിട്ട് സച്ചി പാലെടുത്ത് കുടിക്കാൻ തുടങ്ങുന്നു. ശ്രുതിയാണെങ്കിൽ എളിക്ക് കയ്യും കൊടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടിട്ടാണ് നിൽക്കുന്നതെന്ന് പാപം ശ്രുതിമോൾ അറിയുന്നില്ലല്ലോ.
അപ്പോൾ അങ്ങനെ നല്ലൊരു എപ്പിസോഡായിരുന്നു ഇന്നത്തേത്. എല്ലാവരും കാണണേ. എല്ലാവർക്കും ടാറ്റാ.